ഇടുക്കി 200 ഏക്കർ മെഴുകുംചാൽ റോഡിന്റെ ഭാഗമായ മന്നാങ്കാല മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഭാഗത്തെ കുഴികൾ യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ്. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. വാഹനയാത്ര മാത്രമല്ല, കാൽനടയാത്രയും ഇവിടെ ദുസ്സഹമാണ്. ദേശീയപാത 85-നെയും ദേശീയപാത 185-നെയും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡുകളിൽ ഒന്നാണ് 200 ഏക്കർ മെഴുകുംചാൽ റോഡ്. നാളുകൾക്ക് മുമ്പ് റോഡ് നവീകരണത്തിന് തുക അനുവദിക്കുകയും 200 ഏക്കർ മുതൽ മെഴുകുചാൽ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ജോലികൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇടഭാഗത്തുള്ള 4 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ ടാറിംഗ് വേണ്ട രീതിയിൽ നടക്കാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം മന്നാങ്കാല മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഭാഗത്തെ റോഡ് യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ്. നാഷണൽ ഹൈവേയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ, ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നാൽ ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയും. 8 മീറ്റർ വീതിയിൽ പണിതിട്ടുള്ള ഈ റോഡ് ഇങ്ങനെ താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായിരിക്കുന്നു. റോഡ് കൂടി യാത്രക്കാർക്ക്, കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത നിലയാണ്. പല സ്ഥലത്തും മുഴുവനായി വീതി എടുക്കാതെ പഞ്ചായത്തിന് കഴിയുന്ന കാര്യമാണ്. സൈഡിൽ നിന്നെല്ലാം ആളുകൾ സ്ഥലം വിട്ടുകൊടുത്തിട്ടുള്ളത് പോലും നന്നാക്കാതെ ഒരാൾക്കൊന്ന് സൈഡിലേക്ക് മാറി നിൽക്കാൻ കഴിയാത്തത്ര വീതി കുറവുള്ള ഭാഗവും ഈ റോഡിനുണ്ട്. മന്നാങ്കാല മുതൽ മച്ചിപ്ലാവ് വരെയുള്ള ഭാഗത്ത് റോഡിൽ ചെറുതും വലുതുമായ നിരവധി കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. മഴ പെയ്തതോടെ ഈ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുക കൂടി ചെയ്യുന്നത് യാത്ര കൂടുതൽ ദുരിതമാക്കുന്നു. വാഹനയാത്ര മാത്രമല്ല, കാൽനടയാത്രയും ഇതുവഴി ദുസ്സഹമായി. തുടർച്ചയായി മഴ പെയ്യുന്നതോടെ രൂപം കൊണ്ടിട്ടുള്ള കുഴികൾ വലുതാകുകയും വെള്ളക്കെട്ട് രൂക്ഷമാകുകയും ചെയ്യും. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിങ്ങനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാട്ടുകാരുടെ നടുവൊടിക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.